എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്ന്. അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ, ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുള്ള ഒരു സമയത്തെക്കുറിച്ചും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെക്കുറിച്ചും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ച് ആ പേഴ്സൺ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലായി പോകാറുണ്ട് എന്നുള്ളതാണ്. അതായത് എന്തിനാണ് ആ പേഴ്സൺ ഇത്രത്തോളം ചിന്തിക്കുന്നതെന്ന് ആ പേഴ്സണ് തന്നെ അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ച് ആ പേഴ്സൺ ആശയക്കുഴപ്പത്തിലാകുന്നതിനോടൊപ്പം തന്നെ ആ പേഴ്സൺ ഒരുപാട് വിഷമവും വരാറുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം, നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ആ പേഴ്സൺ മേ ബി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് മറക്കാനോ ആ പേഴ്സണ് സാധിക്കുന്നില്ല. ആ പേഴ്സൺ പല പ്രാവശ്യവും അതിന് ശ്രമിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ മറക്കാനും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേഴ്സണ് അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കാം. പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കാറുമുണ്ട്, എന്നാൽ സന്തോഷിക്കുന്നതിലുപരി വിഷമിക്കാറുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ പേഴ്സൺ സന്തോഷിക്കുന്ന സമയം എപ്പോഴാണ് അല്ലെങ്കിൽ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതിനെക്കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇനിയൊരു പുതിയ തുടക്കം ഉണ്ടാകുമോ, അതോ ആ പേഴ്സൻ്റെ ആഗ്രഹം മാത്രമായിരിക്കുമോ അത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ ആഗ്രഹമാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്നുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്നുള്ളത് ആ പേഴ്സൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് പറയാം. പക്ഷേ അത് ആ പേഴ്സൻ്റെ ആഗ്രഹം മാത്രമായിട്ട് മാറുമോ, ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാകില്ലേ എന്നൊക്കെ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സൺ ഒരുപാട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ആ പേഴ്സണ് തോന്നും, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറും, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിലും അതൊക്കെ എത്രയും പെട്ടെന്ന് മാറുമെന്ന്. പക്ഷെ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, ആ ഒരു കോൺഫിഡൻസ് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആ പേഴ്സൺ തന്നെ ചിന്തിക്കും, ഇല്ല ഇതൊക്കെ എൻ്റെ വെറും ആഗ്രഹമാണ്, ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ പോകുന്നില്ല,
കാരണം ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്നുള്ളത് ആ പേഴ്സൻ്റെ മാത്രം ആഗ്രഹമായിരിക്കുമെന്ന് ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്. അത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ, അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ, ഇത് ആ പേഴ്സൻ്റെ മാത്രം ആഗ്രഹമാണോ, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുമോ, അത് മാറാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണ് തന്നെ അറിയില്ല ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുമോ ഇല്ലയോ എന്ന്. പക്ഷേ ആ പേഴ്സണ് ആഗ്രഹമുണ്ട് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന്. പേഴ്സണ് വളരെയധികം ആഗ്രഹമുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സണ് ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൺ നിങ്ങളെ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഇനി മാറുമോ, ആ പേഴ്സൻ്റെ ആഗ്രഹം പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് രണ്ടും ആ പേഴ്സൺ തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതായത് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹം സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസൊനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ പേഴ്സൺ പക്ഷേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സൺ എത്ര ആശയക്കുഴപ്പത്തിലാണെങ്കിലും കുഴപ്പമില്ല, ആ പേഴ്സൺ എത്ര വിഷമത്തിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. അതായത് ആ പേഴ്സൻ്റെ വിഷമത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിനാണ്. അതായത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ വിഷമത്തെക്കാളും ആ പേഴ്സൻ്റെ സന്തോഷത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിനാണ്. കാരണം ആ പേഴ്സൺ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ പേഴ്സണെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ പേഴ്സണെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ആ പേഴ്സൺ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളാണെന്നാണ്. അങ്ങനെ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെപ്പോഴും അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക എന്നും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.